സദ്യയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ക്യാരറ്റ് പച്ചടിയുടെ റെസിപ്പി ഒന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ക്യാരറ്റ് എടുക്കാം. ക്യാരറ്റ് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കുത്തിപ്പിടിച്ചെടുത്താലും മതി. 2-3 കൊച്ചുള്ളി എടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് 2 കൊച്ചുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിന് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം. തേങ്ങയ്ക്ക് അതിലേക്ക് നമുക്ക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുക്കാം. ഒരല്പം ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഒരല്പം കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അരയ്ക്കേണ്ട കടുക്, ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അതല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കടുക് പൊട്ടിച്ച് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്താലും മതി. ക്യാരറ്റും കൊച്ചുള്ളിയും പച്ചമുളകും അല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ആദ്യമേ വേവിക്കാനായിട്ട് വെക്കണം. നമ്മൾ ചേർത്ത വെള്ളമെല്ലാം വറ്റി ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്ക് നമ്മൾ ഈ തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. നമ്മൾ ജീരകമൊക്കെ അരച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരണം. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് ഒന്നുകിൽ നേരത്തെ തന്നെ ഈ തേങ്ങയുടെ ഒപ്പം നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരല്പം കടുക് പൊട്ടിച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ കടുകിൻ്റെ ഒരു പച്ചമണം മാറി വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം എല്ലാം ഒന്ന് മാറി വരുമ്പോഴേക്ക് നമുക്കിത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിനി നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് അതിനുള്ളിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള തൈര് അതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതിയെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അതല്ല കുറച്ചും കൂടെ ലൂസായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തൈര് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതനുസരിച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് അല്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കൊച്ചുള്ളിയും വറ്റൽമുളക് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കിതിനുള്ളിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അധിക സമയമൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ബീട്രൂട്ട് കൊണ്ടുള്ള പച്ചടിയൊക്കെ മിക്കവാറും എല്ലാവരും ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് പച്ചടി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ ഓണത്തിന് ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.